മാർട്ടിൻ ഏഡൻ എന്ന ആത്മകഥാപരമായ നോവലിലൂടെ പ്രശസ്തനായ അമേരിക്കൻ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ജാക്ക് ലണ്ടൻ. മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ മാവേലി മൺട്രം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം KJ ബേബി. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. കേളി സൗധം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം AV കൃഷ്ണപിള്ള. പരീക്ഷ എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം TN ഗോപിനാഥൻ നായർ. കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മഹാപ്രതിഭകൾ. ഉത്തരം അഷ്ടദിഗ്ഗജങ്ങൾ. ചമയങ്ങളില്ലാതെ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം മമ്മൂട്ടി. സാത്താനിക് വേഴ്സസ് ദി മോർസ് ലാസ്റ്റ് എന്നീ വിവാദ നോവലുകളുടെ രചയിതാവ്. ഉത്തരം സൽമാൻ റുഷ്ദി. മാറ്റാത്തി, ഒതപ്പ്, ഊരുകാവൽ ഈ നോവലുകളുടെ രചന നിർവഹിച്ചത് ആരാണ്? ഉത്തരം സാറ ജോസഫ്. സാറ ജോസഫിന്റെ കൃതികളാണ് മാറ്റാത്തി, ഒതപ്പ്, ഊരുകാവൽ. കണ്ണുനീർ തുള്ളി എന്ന കൃതി ഏതു സാഹിത്യശാഖയിൽ പെടുന്നു? ഉത്തരം വിലാപകാവ്യം. കണ്ണുനീർ തുള്ളി എന്ന കൃതി വിലാപകാവ്യത്തിലാണ് ഉൾപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ച സാഹിത്യകാരൻ. ഉത്തരം അപ്പു നെടുങ്ങാടി. അപ്പു നെടുങ്ങാടിയാണ് കേരളത്തിലെ ആദ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം രാജ്മോഹന്റെ ഭാര്യ. രാജ്മോഹന്റെ ഭാര്യ എന്ന നോവലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആദ്യമായി എഴുതിയത്. കവി അയ്യപ്പന്റെ കവിതയിലേക്കും ജീവിതത്തിലേക്കും ചെന്നെത്തുന്ന താഹ മാടായിയുടെ കൃതി. ഉത്തരം കണ്ണീരിന്റെ കണക്ക് പുസ്തകം. കണ്ണീരിന്റെ കണക്ക് പുസ്തകം എന്ന കൃതി താഹ മാടായിയാണ് എഴുതിയത്. കവി അയ്യപ്പനെ കുറിച്ചാണ് ഈ കൃതിയിൽ വിവരിക്കുന്നത്. CP പള്ളിപ്പുറത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ബാലസാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി. ഉത്തരം ഒരിടത്തൊരു കുഞ്ഞുണ്ണി. CP പള്ളിപ്പുറത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ബാലസാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഒരിടത്തൊരു കുഞ്ഞുണ്ണി. ടൂത്ത്, ലവ് ആൻഡ് ലിറ്റിൽ മാലീസ് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഖുശ്വന്ത് സിംഗ്. മലയാളത്തിലെ ആദ്യ ധനശാസ്ത്ര മാസിക ഏതാണ്? ഉത്തരം 1904 പുറത്തിറങ്ങിയ ലക്ഷ്മി വിലാസം. വയലാർ അവാർഡ് നേടിയ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ പ്രസിദ്ധനായ ഒരു റഷ്യൻ സാഹിത്യകാരന്റെ ജീവിത കഥയെ അവലംബിച്ചിട്ടുള്ളതാണ്. ആരുടേതാണ് ഈ കഥ? ഉത്തരം ദസ്തയോവസ്കി. ദ ബേർഡ് ഓഫ് ടൈം ആരുടെ കൃതിയാണ്? ഉത്തരം സരോജിനി നായിഡു. KM മാത്യു ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? ഉത്തരം പത്രപ്രവർത്തനം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്ക ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം അക്കിത്തം. NP മുഹമ്മദിന്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മരം. ഇതോ വാർദ്ധക്യം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. ദി കൂലി, ദി അൺടച്ചബിൾ എന്ന ഇംഗ്ലീഷ് കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം മുൽക്ക് സാജ് ആനന്ദ്. കേശവീയം മഹാകാവ്യത്തിന്റെ ഇതിവൃത്തം. ഉത്തരം ശ്യാമന്തം കഥ. തമിഴ് സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി. ഉത്തരം അഖിലന്റെ ചിത്തിരപ്പാവി. നൊബേൽ സമ്മാനവും ഓസ്കാർ അവാർഡും നേടിയ ഏക വ്യക്തി. ഉത്തരം ബർണാഡ് ഷാ. ഗരുഡ മാളിക, മരണമുദ്ര എന്നീ നോവലുകൾ രചിച്ചത് ആരാണ്? ഉത്തരം സുനിൽ പരമേശ്വരൻ. സുനിൽ പരമേശ്വരനാണ് ഗരുഡ മാളിക, മരണമുദ്ര എന്നീ നോവലുകൾ രചിച്ചത്. എറണാകുളം ജില്ലയിലെ ഇലഞ്ഞിയിൽ ജനിച്ച മേരി ജോൺ തോട്ടം ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടത്? ഉത്തരം സിസ്റ്റർ മേരി ബെനീഞ്ഞ. സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സാഹിത്യകാരിയായിരുന്നു മേരി ജോൺ തോട്ടം. എറണാകുളം ജില്ലയിലെ ഇലഞ്ഞിയിലായിരുന്നു ഇവർ ജനിച്ചത്. സോപാനത്തിനുപയോഗിക്കുന്ന ഘനസംഘത്തിന്റെ കർത്താവ്. ഉത്തരം പൂന്താനം. പൂന്താനമാണ് സോപാനത്തിനുപയോഗിക്കുന്ന ഘനസംഘത്തിന്റെ കർത്താവ്.
ഒറ്റ പുസ്തകം കൊണ്ട് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ച വിദേശ വനിതാ എഴുത്തുകാരി മാർഗരറ്റ് മിച്ചലിനെ പ്രശസ്തയാക്കിയത് ഏത് കൃതിയാണ്? ഉത്തരം ഗോൺ വിത്ത് ദ വിൻഡ്. മാർഗരറ്റ് മിച്ചലിനെ പ്രശസ്തയാക്കിയ കൃതിയാണ് ഗോൺ വിത്ത് ദ വിൻഡ്. വി.എസ്. അച്യുതാനന്ദൻ എന്ന മനുഷ്യനെയും രാഷ്ട്രീയ പ്രവർത്തകനെയും കുറിച്ച് ഗ്രീഷ്മ മാപിനി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം പി. സുരേന്ദ്രൻ. ഗ്രീഷ്മ മാപിനി എന്ന നോവൽ എഴുതിയത് പി. സുരേന്ദ്രനാണ്. വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചാണ് ഈ കൃതിയിൽ പരാമർശിക്കുന്നത്. മാലിനി തിയേറ്റേഴ്സ് ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം കെ. രേഖ. കെ. രേഖയുടെ കഥാസമാഹാരമാണ് മാലിനി തിയേറ്റേഴ്സ്. പഴുപ്പിച്ച് തങ്കത്തകിട് പോലെ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് തിളങ്ങിയിരുന്ന പടിഞ്ഞാറൻ മനം തണുത്തു. മലയാളത്തിലെ 2 പ്രശസ്തർ ചേർന്നെഴുതിയ നോവലിന്റെ തുടക്കം എങ്ങനെയാണ്? ആരാണ് അവർ? ഉത്തരം എം. ടി. വാസുദേവൻ നായർ, എൻ. പി. മുഹമ്മദ്. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം സി. കേശവൻ. മൗഗ്ലി എന്ന കുട്ടികളുടെ ഇഷ്ട കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്? ഉത്തരം റുഡ്യാർഡ് കിപ്ലിംഗ്. ജന്മന അന്ധനായ ഭക്തകവി ആരാണ്? ഉത്തരം സൂർദാസ്. കന്നിക്കൊയ്ത്ത് രചിച്ചത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി. ആരാണ് പ്രസിദ്ധമായ പഞ്ചരത്ന കീർത്തനങ്ങൾ രചിച്ചത്? ഉത്തരം ത്യാഗരാജസ്വാമികൾ. വണ്ടിപ്പറമ്പന്മാർ എന്ന നോവലിന്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം വി. ടി. നന്ദകുമാർ. ഭദ്രകാളുടെ ചരിത്രം ഭദ്രോൽപ്പത്തി എന്ന പേരിൽ മലയാളത്തിലും സംസ്കൃതത്തിലുമായി രചിച്ചത് ആരാണ്? ഉത്തരം ടി. സുബ്രഹ്മണ്യൻ തിരുമുൻപ്. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന ഗ്രന്ഥവും ശാസ്ത്ര നോവലുകളായ ദി ടൈം മെഷീൻ, ദി വാർ ഓഫ് ദി വേൾഡ് എന്നീ കൃതികളും രചിച്ച ഗ്രന്ഥകാരൻ ആരാണ്? ഉത്തരം എച്ച്. ജെ. വെൽസ്. ശിവരാമ കാരാന്തിന്റെ ആദ്യ നോവൽ? ഉത്തരം ദേവദൂതരു. അപകടം എന്റെ സഹയാത്രികൻ ഈ ഓർമ്മ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം വി. കെ. മാധവൻകുട്ടി. ഹാജിയർ ഹ്യൂവിന് ശേഷം ഹൂ എന്നീ നർമ്മകഥകളുടെ കർത്താവ്? ഉത്തരം വി. കെ. എൻ. അഥർവവേദത്തിന്റെ കർത്താവ്? ഉത്തരം അഥർവരണൻ. മൃഗശിക്ഷകൻ, തച്ചന്റെ മകൾ എന്നിവ ഏത് കവയിത്രിയുടെ കൃതികളാണ്? ഉത്തരം വിജയലക്ഷ്മി. വിജയലക്ഷ്മിയുടെ കൃതികളാണ് മൃഗശിക്ഷകൻ, തച്ചന്റെ മകൾ എന്നിവ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആരുടെ രചനയാണ്? ഉത്തരം എം. മുകുന്ദൻ. എം. മുകുന്ദന്റെ രചനയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. വെളുത്ത കടലാസോട് കറുത്ത മഷി ചേരവേ പാരിടത്തിന് വന്നല്ലോ പാകതേയം സമസ്തവും. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ഉള്ളൂർ. ഉള്ളൂരിന്റെ ഒരു പ്രസിദ്ധമായ വരികളാണ് വെളുത്ത കടലാസോട് കറുത്ത മഷി ചേരവേ പാരിടത്തിന് വന്നല്ലോ പാകതേയം സമസ്തവും. അപസർപ്പക നോവലിന്റെ റാണിയായ അഗത ക്രിസ്റ്റിയുടെ ശരിയായ പേര്? ഉത്തരം അഗത മെയ് ക്ലാരിസ മില്ലാർ. അഗത ക്രിസ്റ്റിയുടെ പൂർണ്ണമായ പേരാണ് അഗത മെയ് ക്ലാരിസ മില്ലാർ. ലുംബിനിയിലെ രാജഹംസം എന്ന യാത്രാ വിവരണം എഴുതിയത് ആരാണ്? ഉത്തരം കെ. പി. രമേശ്. കെ. പി. രമേശാണ് ലുംബിനിയിലെ രാജഹംസം എന്ന യാത്രാ വിവരണം എഴുതിയത്. തന്ത്രനിഘണ്ടു ആരുടെ കൃതിയാണ്? ഉത്തരം സുധീഷ് നമ്പൂതിരി. സുധീഷ് നമ്പൂതിരിയുടെ ഒരു കൃതിയാണ് തന്ത്രനിഘണ്ടു. അക്കാലത്തിൽ അന്തരിച്ച സാഹിത്യകാരിയാണ് രാജലക്ഷ്മി. അവരുടെ പൂർത്തിയാകാത്ത നോവലിന്റെ പേര് ഏതാണ്? ഉത്തരം ഉച്ചവെയിലും ഇളം നിലാവും. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈലോപ്പിള്ളി. സഫലമീ യാത്ര ആരുടെ കൃതിയാണ്? ഉത്തരം എൻ. എൻ. കക്കാട്. ഓംചേരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം എൻ. നാരായണപിള്ള. ബുദ്ധൻ പിറന്ന നാട്ടിൽ ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം കെ. എൽ. മോഹനവർമ്മ. പള്ളിക്കും പൗരോഹിത്യത്തിനുമെതിരെ ശബ്ദമുയർത്തിയ കഥാകാരൻ? ഉത്തരം പൊൻകുന്നം വർക്കി. ചേലനാട്ട് അച്യുതമേനോന്റെ ആത്മകഥ? ഉത്തരം സ്മരണാഞ്ജലി. ബാണഭട്ടന്റെ പുരാതനമായ കൃതി ഏതാണ്? ഉത്തരം കാദംബരി. മേഘസന്ദേശത്തിന് മേഘഛായ എന്ന പേരിൽ തർജ്ജമ തയ്യാറാക്കിയത് ആരാണ്?
ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. റെഡ് ഇന്ത്യൻ മൂപ്പനായ സിയാറ്റിൻ മൂപ്പന്റെ പ്രശസ്തമായ കൃതി. ഉത്തരം നിങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ. അമ്മയ്ക്കൊപ്പം വളർത്തിടും അച്ഛനുമൊപ്പം ഹിതം തരും വേളിക്കൊപ്പം സുഖിപ്പിക്കും വിദ്യാസർവർദ്ധ സാധകം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ഉള്ളൂർ. ടോൾസ്റ്റോയുടെ കഥ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനായിരുന്നു ടോൾസ്റ്റോയുടെ കഥ എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത്. കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള എഴുതിയ മഹാകാവ്യം. ഉത്തരം ശ്രീയേശു വിജയം. ശ്രീയേശു വിജയം എന്ന മഹാകാവ്യത്തിന്റെ രചയിതാവ് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയാണ്. ആദിവാസികളെക്കുറിച്ച് കേരളത്തിലെ ഒരു ആദിവാസി എഴുതിയ ആദ്യ നോവൽ എന്ന ബഹുമതി ഏത് നോവലിനാണ്? ഉത്തരം നാരായൺ രചിച്ച കൊച്ചരേത്തി. ആദിവാസികളെക്കുറിച്ച് കേരളത്തിലെ ഒരു ആദിവാസി എഴുതിയ ആദ്യ നോവലാണ് കൊച്ചരത്തി. നാരായൺ ആണ് ഇത് രചിച്ചത്. തമിഴും മലയാളവും ഇടകലർന്ന ഭാഷയിൽ തുപ്പ തുപ്പ എന്ന നോവൽ എഴുതിയത്? ഉത്തരം പി എ ഉത്തമൻ. തുപ്പ തുപ്പ എന്ന നോവലിന്റെ കർത്താവാണ് പി എ ഉത്തമൻ. ജാപ്പാണം പുകയില ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം കാക്കനാടൻ. കാക്കനാടന്റെ കഥാസമാഹാരമാണ് ജാപ്പാണം പുകയില. രവീന്ദ്രനാഥ ടാഗോറിന്റെ ആത്മകഥ ഏതാണ്? ഉത്തരം ജീവൻ സ്മൃതി. അങ്ങേലെ മൂപ്പിന്ന ചത്തോടി കടമ്മനിട്ടയുടെ പ്രശസ്തമായ കവിതയിലെ ആദ്യ വരിയാണിത്. ഏതാണ് ആ കവിത? ഉത്തരം ചാക്കാല. മലയാളത്തിലെ ആദ്യ വിലാപകാവ്യം ഏതാണ്? ഉത്തരം CAS സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം. എന്നുടെ ഭാഷ താൻ എന്നുടെ വീട്ടമ്മയന്യാം ഭാഷാ വിരുന്നുകാരി എന്ന് പാടിയ കവി. ഉത്തരം വള്ളത്തോൾ. കറുപ്പ് വെയിൽ തിന്നുന്ന പക്ഷി, പ്രവാസിയുടെ ഗീതം എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം A അയ്യപ്പൻ. ദി വൈറ്റ് കമ്പനി എന്ന ചരിത്ര നോവൽ എഴുതിയത് വിശ്വപ്രസിദ്ധനായ ഒരു കുറ്റാന്വേഷണ കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം സർ ആർതർ കോനൻ ഡോയൽ. ഡോക്ടർ എന്ന പ്രശസ്തമായ നാടകം രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം ചന്ദ്രശേഖരൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം നവഭാരത ശില്പികൾ. ത്രിലോക സഞ്ചാരി എന്ന നാമത്തിൽ ഫലിത ലേഖനങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം EV കൃഷ്ണപിള്ള. സഫലം കലാപഭരിതം ആരുടെ കൃതിയാണ്? ഉത്തരം KPP നമ്പ്യാർ. ആരുടെ കൃതിയാണ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര? ഉത്തരം MP വീരേന്ദ്രകുമാർ. അഭിധാന ചിന്താമണി എന്ന ജൈന സിദ്ധാന്ത നിഘണ്ടു രചിച്ചത് ആരാണ്? ഉത്തരം ഹേമചന്ദ്രൻ. ഹേമചന്ദ്രനാണ് അഭിധാന ചിന്താമണി എന്ന ജൈന സിദ്ധാന്ത നിഘണ്ടു രചിച്ചത്. ഉപ്പ് ചുമന്ന് നടക്കുന്നവനൊരു കപ്പല് കടലിലിറക്കാൻ മോഹം. ആരുടേതാണ് രസകരമായ വരികൾ? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പ്രശസ്തമായ വരിയാണ് ഉപ്പ് ചുമന്ന് നടക്കുന്നവനൊരു കപ്പല് കടലിലിറക്കാൻ മോഹം. മലയാള മഹാനിഘണ്ടുവിന്റെ ആദ്യത്തെ എഡിറ്റർ? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. മലയാള മഹാനിഘണ്ടുവിന്റെ ആദ്യത്തെ എഡിറ്ററായിരുന്നു ശൂരനാട് കുഞ്ഞൻപിള്ള. രാഷ്ട്രീയ നേതാവായ KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ആത്മകഥ. KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. രാമായണ കഥാസന്ദർഭങ്ങൾ പശ്ചാത്തലമായി വരുന്ന KB ശ്രീദേവിയുടെ നോവൽ? ഉത്തരം ദാശരഥം. രാമായണ കഥാസന്ദർഭങ്ങൾ പശ്ചാത്തലമായി വരുന്ന KB ശ്രീദേവിയുടെ നോവലാണ് ദാശരഥം. അനുഭവങ്ങളുടെ സംഗീതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം പവനൻ. പുറം കണ്ണു തുറപ്പിച്ചു പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഈ കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഉള്ളൂർ. മാർക്ക് ട്വൈനിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം സാമുവൽ ലാംഗോൺ ക്ലെമൻസ്. കാമസൂത്രൻ രചിച്ച സംസ്കൃത പണ്ഡിതൻ? ഉത്തരം വാത്സ്യായനൻ. കുഞ്ചൻ നമ്പ്യാർ രചിച്ച സംഗീതശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം താളപ്രസ്ഥാരം. ഇടമ്പ്, ഗൂർഖ എന്നിവ ഒരു പഴയകാല സിനിമാ താരത്തിന്റെ നോവലുകളാണ്. ആരാണ് അദ്ദേഹം?
ഉത്തരം എൻ ഗോവിന്ദൻകുട്ടി. വൈലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. ദി ക്യാച്ചർ ഇൻ ദ റൈ എന്ന കൃതിയിലൂടെ ലോക പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം JD സാലിംഗർ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക? ഉത്തരം തളിര്. റസ്കിൻ രചിച്ച അൺടു ദി ലാസ്റ്റ് ഏതു പേരിലാണ് ഗാന്ധിജി വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം സർവോദയ. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം രചിച്ചത്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. തെക്കോടിയൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം P. കുഞ്ഞനന്ദൻ നായർ. P. കുഞ്ഞനന്ദൻ നായരുടെ മറ്റൊരു പേരാണ് തിക്കോടിയൻ. നിശബ്ദതയുടെ സൗഖ്യം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം OV ഉഷ. OV ഉഷയുടെ ഓർമ്മക്കുറിപ്പുകളാണ് നിശബ്ദതയുടെ സൗഖ്യം. കഥ ബാക്കി ആരുടെ കൃതിയാണ്? ഉത്തരം പ്രിയ AS. പ്രിയ ASന്റെ കൃതിയാണ് കഥ ബാക്കി. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഡ്രീംസ് ഫ്രം മൈ ഫാദർ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ബറാക് ഒബാമ. കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിക്കുന്ന തകഴിയുടെ നോവൽ? ഉത്തരം രണ്ടിടങ്ങഴി. ഒരു പുളിമരത്തിന്റെ കഥ ആരുടെ നോവലാണ്? ഉത്തരം സുന്ദര രാമസ്വാമി. മലയാളത്തിലെ ആദ്യകാല ഉപന്യാസ സമാഹാരമായ മംഗളമാല പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. തെരുവിൽ അജ്ഞാതനായി മരിച്ച നാടക പ്രവർത്തകനും സിനിമാ താരവുമായ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം സുരാസു. കണ്ണശന്മാരുടെ മറ്റൊരു പേര്? ഉത്തരം നിരണം കവികൾ. സംസ്കൃത നാടകത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം ഭാസൻ. കമ്മ്യൂണിസത്തെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഓർവെൽ എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം അനിമൽ ഫാം. നിർമാല്യം എന്ന പേരിൽ ചലച്ചിത്രത്തിന്റെ ആസ്പദമാക്കിയ MTയുടെ കഥ? ഉത്തരം പള്ളിവാളും കാൽ ചിലമ്പും. മുത്തങ്ങ സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകിയ സാഹിത്യകാരി ആരാണ്? ഉത്തരം സാറ ജോസഫ്. ഇപ്പോൾ മുത്തങ്ങ സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തിരികെ നൽകിയ സാഹിത്യകാരിയാണ് സാറ ജോസഫ്. റിക്ഷാക്കാരൻ പപ്പു എന്നത് ആരുടെ കഥാപാത്രമാണ്? ഉത്തരം P. കേശവദേവ്. അപ്പോൾ P. കേശവദേവിന്റെ ഓടയിൽ നിന്നുള്ള ഒരു കഥാപാത്രമാണ് റിക്ഷാക്കാരൻ പപ്പു. പ്രേം ഭാട്ടിയ അവാർഡ് ഏതു രംഗത്തെ മികവിന് നൽകുന്ന അവാർഡാണ്? ഉത്തരം പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തിന് വേണ്ടി നൽകുന്ന അവാർഡാണ് പ്രേം ഭാട്ടിയ അവാർഡ്. നചികേതസ് ആരുടെ കാവ്യപുസ്തകമാണ്? ഉത്തരം P. രവികുമാർ. P. രവികുമാറിന്റെ കാവ്യപുസ്തകമാണ് നചികേതസ്. ഋഗ്വേദകാലത്തെ കേരളം ആരുടെ കൃതിയാണ്? ഉത്തരം VVK വാലത്ത്. VVK വാലത്തിന്റെ കൃതിയാണ് ഋഗ്വേദകാലത്തെ കേരളം. മൂത്രാത്തിക്കര ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം ഗ്രേസി. ദി ടിൻ ഡ്രം ആരുടെ കൃതിയാണ്? ഉത്തരം ഗുന്ദർ ഗ്രാസ്. ക്രാന്തദർശികൾ രചിച്ചത് ആരാണ്? ഉത്തരം S. ഗുപ്തൻ നായർ. ക്ഷേത്ര വാസ്തുശില്പ വിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം? ഉത്തരം തന്ത്രസമുച്ചയം. നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം O. മാധവൻ. SK പൊറ്റക്കാടിന്റെ കവിതാ സമാഹാരം എന്താണ്? ഉത്തരം സഞ്ചാരിയുടെ ഗീതങ്ങൾ. വളത്തുളിന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ മാസിക? ഉത്തരം ആത്മപോഷിണി. മധുരാപുരി, ഭീമസേനൻ, മായാമുരളി എന്നീ പ്രസിദ്ധ നോവലുകൾ രചിച്ചത് ആരാണ്? ഉത്തരം കുലപതി KM മുൻഷി.
GBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ജോർജ് ബെർണാഡ് ഷാ. ജോർജ് ബെർണാഡ് ഷായുടെ ചുരുക്കപ്പേരാണ് GBS എന്ന് അറിയപ്പെടുന്നത്. പാളയം പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സാഹിത്യകാരി. ഉത്തരം കമലാ സുരയ്യ. കമലാ സുരയ്യ അന്ത്യവിശ്രമം കൊള്ളുന്നത് പാളയം പള്ളിയിലാണ്. പൂതപ്പാട്ടിലൂടെ കുട്ടികളെ ഏറെ സ്വാധീനിച്ച കവി. ഉത്തരം ഇടശ്ശേരി. പൂതപ്പാട്ട് എന്ന കൃതി രചിച്ചത് ഇടശ്ശേരിയാണ്. മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം കെ വിശ്വനാഥ്. കെ വിശ്വനാഥിന്റെ പുസ്തകമാണ് മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റും ജീവിതവും. അന്ധകാരനഴി ആരുടെ നോവലാണ്? ഉത്തരം ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിന്റെ നോവലാണ് അന്ധകാരനഴി. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ രചയിതാവ്. ഉത്തരം രാമപുരത്ത് വാര്യർ. ദി ഇൻഫിനിറ്റി ഓഫ് ഗ്രേസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാള നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. ഏതാണ് ആ കൃതി? ഉത്തരം OV വിജയന്റെ ഗുരുസാഗരം. ഇളം ചുണ്ടുകൾ പ്രസിദ്ധമായ ഒരു ബാലസാഹിത്യ ഗ്രന്ഥമാണ്. ഈ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. വയനാടൻ പശ്ചാത്തലത്തിൽ കോന്തല എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. ദൈവദശകം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. സാഹിത്യവാരഫലം എന്ന പ്രസിദ്ധമായ സാഹിത്യ പംക്തി തയ്യാറാക്കിയിരുന്ന സാഹിത്യകാരൻ. ഉത്തരം M കൃഷ്ണൻ നായർ. അനുഭവങ്ങൾ അഭിമതങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം N കൃഷ്ണപിള്ള. വാർമഹൽ രചിച്ചത് ആരാണ്? ഉത്തരം ഗുരുനാനാക്ക്. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങ് മാറിക്കിടശടാ ദുർഘട സ്ഥാനത്ത് വന്നു ശയിക്കുവാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. ഈ പ്രശസ്തമായ വരികൾ ഏത് തുള്ളൽ കൃതിയിലേതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. പറങ്കിപ്പടയാളി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും എന്നീ പ്രശസ്ത നോവലുകൾ ആരുടേതാണ്? ഉത്തരം ഉറൂബ്. ഉറൂബിന്റെ നോവലുകളാണ് ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും എന്നിവയൊക്കെ. നന്മൊഴി നറുമൊഴി മലയാളം, നമ്മുടെ തായ്മൊഴി മലയാളം, കേരള നാട്ടിലെ മാളരുടെ മൊഴി, കേളിയെങ്ങും പ്രിയ മലയാളം. ഈ കവിത എഴുതിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ONV കുറുപ്പിന്റെ പ്രസിദ്ധമായ വരികളാണ് നന്മൊഴി നറുമൊഴി മലയാളം, നമ്മുടെ തായ്മൊഴി മലയാളം, കേരള നാട്ടിലെ മാളരുടെ മൊഴി, കേളിയെങ്ങും പ്രിയ മലയാളം. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ആത്മകഥ. ഉത്തരം എ ജേണി. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ആത്മകഥയാണ് എ ജേണി. മുറ്റമടിക്കുമ്പോൾ എന്ന കവിത ആരുടേതാണ്? ഉത്തരം അനിതാ തമ്പി. അനിതാ തമ്പിയുടെ കവിതയാണ് മുറ്റമടിക്കുമ്പോൾ. മലയാളം അച്ചടിയുടെ പിതാവ്. ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. സഹസ്രപൂർണിമ ആരുടെ ആത്മകഥയാണ്? ഉത്തരം CK ദേവമ്മ. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കൃതി ഏതാണ്? ഉത്തരം അയ്യപ്പിള്ള ആശാന്റെ രാമകഥാ പാട്ട്. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ. ഉത്തരം ആമീൻ. കുട്ടികൾക്കായി പറയിപ്പറ്റ പന്തിരുകുലം നോവൽ രൂപത്തിൽ രചിച്ചത് ആരാണ്? ഉത്തരം P നരേന്ദ്രനാഥ്. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പ്രഖ്യാപിച്ച കുറിയ മനുഷ്യൻ ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ആരുടെ കവിതകളാണ് മാതൃത്വത്തിന്റെ കവിതകൾ എന്ന് വിളിക്കുന്നത്? ഉത്തരം ബാലാമണിയമ്മ. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം. ഉത്തരം ത്രിപീഠിക്. ഒരു ജ്ഞാനപീഠ ജേതാവിന്റെ കൃതിയാണ് ആരണ്യത്തിന്റെ അധികാരം. ആരാണ് എഴുത്തുകാരി? ഉത്തരം മഹോഷേത ദേവി. വഴി വെളിച്ചങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിന്റെ കൃതിയാണ് വഴി വെളിച്ചങ്ങൾ. പട്ടാള കഥകളിലൂടെ പ്രശസ്തനായ നന്ദനാരുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം PC ഗോപാലൻ. അപ്പോൾ കഥാകൃത്ത് നന്ദനാരുടെ യഥാർത്ഥ പേര് PC ഗോപാലൻ എന്നായിരുന്നു.
ദശരൂപകം രചിച്ചത് ആരാണ്? ഉത്തരം ധനഞ്ജയൻ. ധനഞ്ജയൻ ആണ് ദശരൂപകം രചിച്ചത്. ജനമേജയന്റെ ജിജ്ഞാസ ആരുടെ നോവലാണ്? ഉത്തരം കെ.പി. നിർമ്മൽ കുമാർ. കെ.പി. നിർമ്മൽ കുമാറിന്റെ നോവലാണ് ജനമേജയന്റെ ജിജ്ഞാസ. സിദ്ധലിംഗയ്യ എന്ന ദളിത് ലേഖകന്റെ ആത്മകഥ? ഉത്തരം ഊരുകോരി. സിദ്ധലിംഗ എന്ന ദളിത് ലേഖകന്റെ ആത്മകഥയാണ് ഊരുകോരി. തുള്ളൽ പാട്ട് വൃത്തം ഏതാണ്? ഉത്തരം തരങ്കിണി. കപട ലോകത്തിൽ എന്നോട് കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. കണ്ണട എന്ന കവിതയിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കവി? ഉത്തരം മുരുകൻ കാട്ടാക്കട. കേരള ലളിതകല അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം എന്താണ്? ഉത്തരം ചിത്രവാർത്ത. ഒരു പ്രശസ്ത ഗാനരചയിതാവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീലക്കുയിൽ. ആരുടേതാണ് ഇത്? ഉത്തരം പി. ഭാസ്കരൻ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിധി തന്നെ മഹാധനം. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ. ഏത് സംസ്കൃത നാടകത്തിന്റെ അവതരണത്തിലാണ് പറക്കും കൂത്ത് ഉള്ളത്? ഉത്തരെ ഹർഷന്റെ നാഗാനന്ദം. കൈനിക്കര കുമാരപിള്ള രചിച്ച നാടകം ഏതാണ്? ഉത്തരം കാൽവരിയിലെ കൽപ്പപാദം. കാവ്യാലങ്കാര സാരഗ്രഹത്തിന്റെ കർത്താവ്? ഉത്തരം ഉത്ഭടൻ. കാവ്യാലങ്കാര സാരഗ്രഹത്തിന്റെ കർത്താവാണ് ഉത്ഭടൻ. മൂക്കിന്റെ കഥ പറഞ്ഞ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്കിന്റെ കഥ പറഞ്ഞ ബഷീർ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. കുമ്പളങ്ങിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മുൻ കേന്ദ്രമന്ത്രി ആരാണ്? ഉത്തരം കെ.വി. തോമസ്. കുമ്പളങ്ങിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന മുൻ കേന്ദ്രമന്ത്രിയാണ് കെ.വി. തോമസ്. ദേവദാസി തെരുവുകളിലൂടെ ആരുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ്? ഉത്തരം പി. സുരേന്ദ്രൻ. പി. സുരേന്ദ്രന്റെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് ദേവദാസി തെരുവുകളിലൂടെ. ജീൻവാൽ ജീനിന്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം വിക്ടർ ഹ്യൂഗോ. ബെൻഹർ ആരുടെ കൃതിയാണ്? ഉത്തരം ലൂയിസ് വാലസ്. ഇന്ത്യയിലെ തന്റെ ബാല്യകാല ജീവിതത്തെ അടിസ്ഥാനമാക്കി റുഡ്യാർഡ് കിപ്ലിംഗ് രചിച്ച നോവൽ? ഉത്തരം കിം. ആനിമൽ ഫാം എന്ന ആക്ഷേപഹാസ്യകൃതി രചിച്ചത് ആരാണ്? ഉത്തരം ജോർജ് ഓർവെൽ. കലാപം, വിവാദം, വിലയിരുത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ.പി. അപ്പൻ. ബ്രഹ്മസൂത്രം രചിച്ചത് ആരാണ്? ഉത്തരം ബാദരായണൻ. യുദ്ധഭാഷണം എന്നത് ഒരു പ്രശസ്ത എഴുത്തുകാരുടെ ലേഖന സമാഹാരമാണ്. ആരാണ് അവർ? ഉത്തരം അരുന്ധതി റോയി. സഹ്യന്റെ മകൻ, വിട, കടൽ കാക്കകൾ എന്നിവയെല്ലാം ആരുടെ കൃതികളാണ്? ഉത്തരം വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയുടെ കൃതികളാണ് സഹ്യന്റെ മകൻ, വിട, കടൽ കാക്കകൾ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പാടിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. പ്രസിദ്ധമായ വരികളായ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പാടിയത് വള്ളത്തോൾ ആണ്. ഇന്ദ്രധനുസിന്റെ തീരത്ത് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വയലാറിന്റെ ഭാര്യയായിരുന്ന ഭാരതി തമ്പുരാട്ടി. ഇന്ദ്രധനുസിന്റെ തീരത്ത് എന്ന കൃതി രചിച്ചത് ഭാരതി തമ്പുരാട്ടിയാണ്. ലോകത്തിന്റെ മുകൾ തട്ടിലൂടെ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം കെ.വി. സുരേന്ദ്രനാഥ്. കെ.വി. സുരേന്ദ്രനാഥിന്റെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് ലോകത്തിന്റെ മുകൾ തട്ടിലൂടെ. മഹിളാളി മമഹാസ്പദ എന്ന് ഏത് കൃതികളെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഉത്തരം മണിപ്രവാള കൃതികളെ. മദർ ആരുടെ കൃതിയാണ്? ഉത്തരം മാക്സിം ഗോർക്കി. കരളെരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം മതി വിദൂഷക ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സഞ്ജയൻ. സംഗീതസാരം എന്ന സംഗീതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മാതംഗമുനി. ഒ.വി. വിജയന്റെ സഹോദരി പ്രശസ്ത സാഹിത്യകാരിയാണ്. ആരാണ് അവർ?
ഉത്തരം OV ഉഷ. ഭർതൃഹരിയുടെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം നീതിശതകം. RK ലക്ഷ്മണന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ടണൽ ഓഫ് ടൈം. ഒരു നായയെ കേന്ദ്ര കഥാപാത്രമാക്കി പരിണാമം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം MP നാരായണപിള്ള. താടകയെ ദ്രാവിഡ രാജകുമാരിയായി ചിത്രീകരിച്ച കവി? ഉത്തരം വയലാർ രാമവർമ്മ. അപ്പോൾ താടകയെ ദ്രാവിഡ രാജകുമാരിയായി ചിത്രീകരിച്ച കവിയാണ് വയലാർ രാമവർമ്മ. കേരളത്തിലെ ആദ്യത്തെ ദ്വിഭാഷാ പത്രം ഏതാണ്? ഉത്തരം വിദ്യാസംഗ്രഹം. കേരളത്തിലെ ആദ്യത്തെ ദ്വിഭാഷാ പത്രമാണ് വിദ്യാസംഗ്രഹം. ആരെഴുതിയ നാടകമാണ് പുലിജന്മം? ഉത്തരം N പ്രഭാകരൻ. N പ്രഭാകരൻ എഴുതിയ നാടകമാണ് പുലിജന്മം. ആനന്ദിന്റെ പ്രസിദ്ധ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. ഇതിലെ ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തെ ഒരു ബംഗാളി നാടകത്തിൽ നിന്നാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ കൃതി ഏതാണ്? ഉത്തരം അംതേർ നഗരി ചൗപ്പട്ട് രാജ. റൺ ഇൻ റൂയിൻസ് ആരുടെ കൃതിയാണ്? ഉത്തരം സുനിൽ ഗവാസ്കർ. വൃദ്ധനായ ഒരു കരീബിയൻ സ്വേച്ഛാധിപതിയെ നായകനാക്കി ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എഴുതിയ നോവൽ? ഉത്തരം കുലാധിപതിയുടെ ഹേമന്തം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. ഏഴു ചുവട് എന്ന ബംഗാളി നോവലിന്റെ രചയിതാവ്? ഉത്തരം താരാശങ്കർ ബന്ദോപാധ്യായ. കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ് ആരുടെ വരികളാണ് ഇത്? ഉത്തരം A അയ്യപ്പൻ. മാർ ക്രിസോസ്റ്റോ മെത്രോപൊലിത്തയുടെ ഫലിതങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തിരുഫലിതങ്ങൾ. ദാസ് ക്യാപിറ്റൽ ആരുടെ കൃതിയാണ്? ഉത്തരം കാൾ മാർക്സ്. കാൾ മാർക്സിന്റെ കൃതിയാണ് ദാസ് ക്യാപിറ്റൽ. ആറാമത്തെ വിരൽ എന്ന ചെറുകഥയുടെ കർത്താവ്? ഉത്തരം ആനന്ദ്. ആനന്ദ് രചിച്ച ചെറുകഥയാണ് ആറാമത്തെ വിരൽ. വിണ്ണിലേക്ക് എന്നെ വിളിക്കേണ്ട ഞാനുമീ മണ്ണിൽ കിടന്നു കഴിഞ്ഞുകൊള്ളാം, ചെന്തേ കടലിൽ ലോകമെരിയുമ്പോൾ ഹന്താസുഖം എനിക്കെന്തിനായി. ഈ വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം MP അപ്പൻ. MP അപ്പന്റെ പ്രസിദ്ധമായ വരികളാണ് വിണ്ണിലേക്കെന്നെ വിളിക്കേണ്ട ഞാനുമീ മണ്ണിൽ കിടന്നു കഴിഞ്ഞുകൊള്ളാം, ചെന്തേ കടലിലെ ലോകമെരിയുമ്പോൾ ഹന്തസുഖം എനിക്കെന്തിനായി. ചേ എന്ന കഥാസമാഹാരം ആരുടേതാണ്? ഉത്തരം P സുരേന്ദ്രൻ. P സുരേന്ദ്രൻ ആണ് ചേ എന്ന കഥാസമാഹാരം രചിച്ചത്. ഏതു വൃത്തത്തിലാണ് വാൽമീകി രാമായണം എഴുതിയത്? ഉത്തരം അനുഷ്ടുപ്പ്. കോളറക്കാലത്തെ പ്രണയം ആരുടെ നോവലാണ്? ഉത്തരം ഗബ്രിയേൽ ഗാർസിയ മാർക്വാസ്. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എന്ന വിജ്ഞാന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ബെന്നി കുര്യൻ. പുരാണ കഥകൾക്ക് ആധുനിക പശ്ചാത്തലത്തിൽ പുതിയ വ്യാഖ്യാനം നൽകി അവതരിപ്പിച്ച പുഷ്പവൃഷ്ടി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം തിക്കോടിയൻ. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥ? ഉത്തരം എന്നിലൂടെ. സപ്തശതകം രചിച്ചത് ആരാണ്? ഉത്തരം ഹാലൻ. ചിത്രമെഴുത്ത് തമ്പുരാന്റെ കഥ രാജാ രവിവർമ്മ എന്ന നോവലിലൂടെ ആഖ്യാനം ചെയ്തത് ആരാണ്? ഉത്തരം രഞ്ജിത്ത് ദേശായി. വാക്കുകൾ കൂടി ചെല്ലുവാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ആരുടേതാണ് പ്രശസ്തമായ ഈ വരികൾ? ഉത്തരം വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കൃതിയിലാണ് ഈ വരികൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വാക്കുകൾ കൂടി ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നത് വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കൃതിയിലെ വരികളാണ്. പൈങ്കിളി കഥകൾ എന്നറിയപ്പെടുന്ന ജനകീയ സാഹിത്യ ശാഖയ്ക്ക് ആരംഭം കുറിച്ച നോവൽ? ഉത്തരം മുട്ടത്ത് വർക്കിയുടെ പാടാത്ത പൈങ്കിളി. പാടാത്ത പൈങ്കിളി രചിച്ചത് മുട്ടത്ത് വർക്കിയാണ്. ബമ്പം ഹരഹര ബമ്പം ബോൽ എന്ന യാത്രാ വിവരണം എഴുതിയത് ആരാണ്? ഉത്തരം സക്കറിയ. സക്കറിയയുടെ യാത്രാ വിവരണമാണ് ബമ്പം ഹരഹര ബമ്പം ബോൽ.
മാവിൻ ചുന മണക്കുന്ന മേടത്തിൻ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു കവിയുണ്ട്. ആരാണ് അദ്ദേഹം? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ബിറ്റ്വീൻ ദ ലൈൻസ് ആരുടെ കൃതിയാണ്? ഉത്തരം കുൽദീപ് നയ്യാർ. കേരളത്തിലെ ആഫ്രിക്ക ആരുടെ കൃതിയാണ്? ഉത്തരം കെ പാനൂർ. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂണായ കിട്ടുമാൻ ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം യേശുദാസൻ. മാണിക്യവീണ രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഹെർക്യൂൾ പോയ്റോട്ട് എന്ന വിഖ്യാത കുറ്റാന്വേഷകന്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം അഗത ക്രിസ്റ്റി. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലായ പാറപ്പുറം രചിച്ചത് ആരാണ്? ഉത്തരം കെ നാരായണക്കുരുക്കൾ. അരനാഴിക നേരം ആരുടെ കൃതിയാണ്? ഉത്തരം പാറപ്പുറം. പാറപ്പുറത്തിന്റെ കൃതിയാണ് അരനാഴിക നേരം. തമിഴിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മയൂരം ദേവനായകം പിള്ള രചിച്ച പ്രതാപം മുതലിയാർ ചരിത്രം. തമിഴിലെ ആദ്യ നോവലാണ് പ്രതാപം മുതലിയാർ ചരിത്രം. മയൂരം വേദനായകം പിള്ളയാണ് ഇത് രചിച്ചത്. കണ്ണുകൊണ്ടിന്ന് ഞാൻ കേൾക്കുന്നു നിൻമണം, നിർണയം നാവിനാൽ കാണുന്നു നിൻ സ്വരം, സ്പർശിച്ച് നിൻ സ്വാദ് കാതിനാൽ തന്നെ നീ കയ്യാൽ ചെകിട്ടത്ത് മാം കടാക്ഷിക്കലോ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം സഞ്ജയൻ. ശബ്ദായ മൗനം ആരുടെ നോവലാണ്? ഉത്തരം കെ രഘുനാഥൻ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ്? ഉത്തരം കേരളവർമ്മ വലിയ കൊയ് തമ്പുരാൻ. ദേവകി നിലയങ്കോടത്തിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. സ്പൈസസ് ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം സ്പൈസ് ഇന്ത്യ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായി വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം ഏതാണ്? ഉത്തരം ബാപ്പുജി. ഈ തറവാടിത്ത ആഘോഷണത്തെ പോലെ വൃത്തി കേട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ ഇത് ഏത് മലയാള കവിയുടേതാണ്? ഉത്തരം ഇടശ്ശേരി. സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യർ. കേന്ദ്ര സർക്കാരിന്റെ സരസ്വതി സമ്മാൻ നേടിയ കവയത്രി? ഉത്തരം ബാലാമണിയമ്മ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സരസ്വതി സമ്മാൻ നേടിയ കവയത്രിയാണ് ബാലാമണിയമ്മ. കാലത്ത് തുഴയാഞ്ഞാൽ കടവിൽ ചെന്നടുക്കില്ല കാലൻ, വന്നടുക്കുമ്പോൾ കയർ തന്നാൽ ഫലമില്ല. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ വരികളാണ് കാലത്ത് തുഴഞ്ഞാൽ കടവിൽ ചെന്നടുക്കില്ല കാലൻ, വന്നടുക്കുമ്പോൾ കയർ തന്നാൽ ഫലമില്ല. ഓഷോവിന്റെ നീലഞരമ്പ് ആരുടെ കൃതിയാണ്? ഉത്തരം ആശാ മേനോൻ. ആശാ മേനോൻ ആണ് ഓഷോവിന്റെ നീലഞരമ്പ് എന്ന കൃതി രചിച്ചത്. വഞ്ചിപ്പാട്ട് വൃത്തം ഏതാണ്? ഉത്തരം നദോന്നത. കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം എഴുതിയത് ആരാണ്? ഉത്തരം കല്ലൻ പൊക്കൂടൻ. ഉജ്ജീവനം എന്ന ആനുകാലികത്തിന്റെ പത്രാധിപരായിരുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. പെരുവഴി അമ്പലം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം പി പത്മരാജൻ. കാവ്യദർശനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ദണ്ഡി. ജീവജാലങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം രചിച്ച വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ ആണ് ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. മലപ്പുറം ജില്ലയിലെ തിരൂർ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപം ജനിച്ച കവി ആരാണ്? ഉത്തരം എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ ജന്മദേശമാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപം. ഫോട്ടോഷോപ്പിൽ ഒരു ആത്മകഥ. ഈ കവിതാ സമാഹാരം എഴുതിയത് ആരാണ്? ഉത്തരം ജി ബിജു. ജി ബിജുവിന്റെ കവിതാ സമാഹാരമാണ് ഫോട്ടോഷോപ്പിൽ ഒരു ആത്മകഥ. മാതൃത്വത്തിന്റെ മഹനീയതയെ പ്രകീർത്തിക്കുന്ന ഇടശ്ശേരിയുടെ കവിത ഏതാണ്? ഉത്തരം പൂതപ്പാട്ട്. റോബിൻസൺ ക്രൂസോ ആരുടെ കൃതിയാണ്? ഉത്തരം ഡാനിയൽ ഡീഫോ. താരാശങ്കർ ബാനർജിയുടെ ബംഗാളി നോവലായ ആരോഗ്യനികേതനം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? ഉത്തരം നിലീന എബ്രഹാം. കന്യാദാനം ആരുടെ കൃതിയാണ്?
ഉത്തരം തിക്കോടിയൻ. ഡയാന രാജകുമാരിയെപ്പറ്റി വളരെ വിവാദം സൃഷ്ടിച്ച നോവൽ അന്ന പാസ്റ്റർനാക്കും ക്യാപ്റ്റൻ ജെയിംസ് ഹെവിക്കും ചേർന്ന് എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ കൃതി? ഉത്തരം എ പ്രിൻസസ് ഇൻ ലവ്. ബഷീർ, വിജയൻ, മമ്മൂട്ടി പിന്നെ മറ്റു ചിലരും ആരുടെ അനുഭവക്കുറിപ്പുകളാണ്? ഉത്തരം ജമാൽ കൊച്ചങ്ങാടി. ശ്രീകൃഷ്ണ കഥ പ്രതിപാദിക്കുന്ന കൃഷ്ണായനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം തുളസി കോട്ടുകാൽ. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം മുത്തുച്ചിപ്പി. രത്നാവലി രചിച്ചത് ആരാണ്? ഉത്തരം ഹർഷവർദ്ധനൻ. കേരള സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം കേളി. നരേന്ദ്രപ്രസാദ് രചിച്ച നാടകം? ഉത്തരം സൗപർണിക. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? ഉത്തരം 500 സർഗങ്ങളിലായി 24,000 ശ്ലോകങ്ങൾ. കാവു തീണ്ടല്ലേ എന്ന ഉപന്യാസ സമാഹാരം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയായ ഒരു കവയത്രിയുടേതാണ്. ആരാണ് ഈ എഴുത്തുകാരി? ഉത്തരം സുഗതകുമാരി. അപ്പോൾ കാവു തീണ്ടല്ലേ എന്നത് ഒരു ഉപന്യാസ സമാഹാരമാണ്. ഇത് സുഗതകുമാരിയാണ് എഴുതിയത്. കുറുങ്കവിതകളിലൂടെ കുട്ടികളുടെ കൂട്ടുകാരനായി മാറിയ കവി ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ കുട്ടിക്കവിതകളിലൂടെ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി, അരക്കില്ലം എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം പി വത്സല. പി വത്സലയുടെ പ്രധാന കൃതികളാണ് നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി, അരക്കില്ലം എന്നിവയൊക്കെ. തിരനോട്ടം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം രാമൻകുട്ടി നായർ. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയാണ് തിരനോട്ടം. ഒരു പ്രശസ്ത സിനിമാ താരത്തിന്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ. ആരാണ് അദ്ദേഹം? ഉത്തരം ഇന്നസെന്റ്. ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ചിരിക്ക് പിന്നിൽ. ഇടം എന്നത് ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം സിത്താര എസ്. സിത്താര എസിന്റെ കഥാസമാഹാരമാണ് ഇടം. നിഴലായി മരണം എന്ന പുസ്തകത്തെ കൂടാതെ മേഴ്സി രവി രചിച്ച ഓർമ്മ പുസ്തകം ഏതാണ്? ഉത്തരം പാരലെ പോമൈന വിട്ടുപോയ കാര്യങ്ങൾ. ജാരനും പൂച്ചയും ഈ നോവൽ ആരുടേതാണ്? ഉത്തരം കെ വി മോഹൻകുമാർ. ഉള്ളൂർ രചിച്ച നാടകം ഏതാണ്? ഉത്തരം അമ്പ. ബാലരാമഭാരതം നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മ. നവഭാരത ശില്പികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ പി കേശവമേനോൻ. ബാലഗംഗാധര തിലകന്റെ പ്രധാന കൃതി ഏതാണ്? ഉത്തരം ഗീതാരഹസ്യം. മലയാളത്തിലെ ആദ്യ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് ആരാണ്? ഉത്തരം പൂഞ്ഞിക്കര റാഫി. ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ചൈനയിൽ ചിലവഴിച്ച് ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ്. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ വനിത. ആരാണ് അവർ? ഉത്തരം പേളസ് ബക്ക്. എം ടിയുടെ മഞ്ഞ് എന്ന നോവലിന് പശ്ചാത്തലമായ ഭൂവിഭാഗം? ഉത്തരം നൈനിറ്റാൾ. ദി ഫ്രൂട്ട്സ് ഓഫ് ഫിലോസഫി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. രസഗംഗാധരം ആരുടെ കൃതിയാണ്? ഉത്തരം ജഗന്നാഥ പണ്ഡിതൻ. വി എസ് ഖണ്ഡക്കാർ രചിച്ച യയാതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം പി മാധവൻ പിള്ള. പുരാണത്തിൽ യമധർമ്മൻ മനുഷ്യരുടെ ഗുണദോഷങ്ങൾ ഏതു പുസ്തകത്തിലാണ് എഴുതി വച്ചിട്ടുള്ളത്? ഉത്തരം അഗ്രസന്ധാനി. ആവണിപ്പാടം, ഉജ്ജയിനി, ഉപ്പ്, കുഞ്ഞേടത്തി എന്നിവ ആരുടേതാണ്? ഉത്തരം ഒ എൻ വി കുറുപ്പ്. അപ്പോൾ ഒ എൻ വി കുറുപ്പിന്റെ കവിതകളാണ് ആവണിപ്പാടം, ഉജ്ജയിനി, ഉപ്പ്, കുഞ്ഞേടത്തി എന്നിവയൊക്കെ. അർത്ഥമത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. ഏത് കൃതിയിലുള്ള വരികളാണ് ഇത്? ഉത്തരം പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന കൃതിയിലെ വരികളാണ് അർത്ഥമത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇരിങ്ങാലക്കുട.
ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2001 നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ VS നായ്പാൾ എവിടെയാണ് ജനിച്ചത്? ഉത്തരം ട്രിനിഡാഡിൽ. ട്രിനിഡാഡിലാണ് 2001 നൊബേൽ സമ്മാനത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ VS നായ്പാൾ ജനിച്ചത്. മതിലുകൾ എന്ന നോവൽ ആരുടേതാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന നോവൽ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ആരുടെ കവിതാ സമാഹാരമാണ് ജയിൽ മുറ്റത്തെ പൂക്കൾ? ഉത്തരം A. അയ്യപ്പൻ. A. അയ്യപ്പന്റെ കവിതാ സമാഹാരമാണ് ജയിൽ മുറ്റത്തെ പൂക്കൾ. പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം ആരുടെ നോവലാണ്? ഉത്തരം ബെന്യാമിൻ. മാനവ പ്രശ്നങ്ങൾ തൻ മർമ്മ കോവിന്ദന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം എന്ന് പ്രഖ്യാപിച്ച കവി ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാമസുരഭി എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു കവിയുടെ ഡയറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം വയലാർ രാമവർമ്മ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ പേരിൽ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ കവി ആരാണ്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. ഹൃദയവും ഞാനും, ഗൃഹപാഠം, ഉപജന്മം എന്നീ കൃതികൾ ആരുടേതാണ്? ഉത്തരം TV കൊച്ചുബാവ. കഥ എഴുതിയതിന്റെ പേരിൽ തടവ് ശിക്ഷ ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം പൊൻകുന്നം വർക്കി. പ്രാചീന തമിഴ് കാവ്യമായ മണിമേഖല രചിച്ചത് ആരാണ്? ഉത്തരം ചാത്തനാർ. അധംകൃതർക്ക് വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് KP കറുപ്പൻ രചിച്ച നാടകം? ഉത്തരം ബാലകലേശം. ശിവാജി സാവന്തിന്റെ പ്രശസ്തമായ നോവൽ? ഉത്തരം കർണൻ. അധ്യാത്മയുദ്ധം എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം വാഗ്ഭടാനന്ദൻ. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന പേരിൽ പ്രസിദ്ധനായ മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ഇപ്പോൾ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന പേരിൽ പ്രസിദ്ധനായ കവിയാണ് കുമാരനാശാൻ. പ്രേംജിയുടെ യഥാർത്ഥ പേര്? ഉത്തരം MP ഭട്ടതിരിപ്പാട്. പ്രേംജിയുടെ യഥാർത്ഥ പേര് MP ഭട്ടതിരിപ്പാടാണ്. 1857 കൊൽക്കത്ത സർവകലാശാല ആരംഭിച്ചപ്പോൾ ആദ്യ ബാച്ചിൽ 2 പേർക്കാണ് ഗ്രാജുവേറ്റ് ബിരുദം നൽകിയത്. അതിൽ ഒരാൾ പിൽക്കാലത്ത് നോവലിസ്റ്റ് എന്ന നിലയിൽ പ്രശസ്തനായി. ആരാണ് ആ വ്യക്തി? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1857 കൽക്കത്ത സർവകലാശാലയിലെ ആദ്യ ബാച്ചിൽ നിന്നും ഗ്രാജുവേറ്റ് ബിരുദം നേടിയ ആദ്യ വ്യക്തികളിൽ ഒരാളാണ് പ്രശസ്ത നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരുടെ കവിതാ സമാഹാരമാണ് യുദ്ധത്തിന്റെ ചിഹ്നം? ഉത്തരം A. അയ്യപ്പൻ. A. അയ്യപ്പന്റെ കവിതാ സമാഹാരമാണ് യുദ്ധത്തിന്റെ ചിഹ്നം. കത്തി എന്ന കഥാസമാഹാരം ആരുടെയാണ്? ഉത്തരം പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് കത്തി എന്ന കഥാസമാഹാരം രചിച്ചത്. ആദ്യത്തെ ഭാഷാ ചമ്പുകൃതി ഏതാണ്? ഉത്തരം ഉണ്ണിയച്ചി ചരിതം. പാടുന്ന പിശാച് ആരുടെ കൃതിയാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കഥകളിയുടെ സാഹിത്യരൂപം? ഉത്തരം ആട്ടക്കഥ. ബോസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം ചാൾസ് ഡീക്കൻസ്. മഹാഭാരതത്തിന്റെ നിരൂപണ രൂപത്തിലുള്ള കൃതിയാണ് ഭാരത പര്യടനം. ആരാണ് ഇതിനെ രചിച്ചത്? ഉത്തരം കുട്ടിക്കൃഷ്ണമാരാർ. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർ കിന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുമാരനാശാൻ. ആഖ്യായിക എന്നറിയപ്പെടുന്ന സാഹിത്യരൂപം? ഉത്തരം നോവൽ. കവികളെയും ഗായകന്മാരെയും തന്റെ സദസ്സിൽ നിന്നും പുറത്താക്കിയ ചക്രവർത്തി? ഉത്തരം ഔറംഗസേബ്. സുരേന്ദ്രനാഥ് ബാനർജി രചിച്ച പ്രശസ്തമായ കൃതി? ഉത്തരം എ നേഷൻ ഇൻ മേക്കിംഗ്. എത്ര വിദേശ ഭാഷ വിജ്ഞാനനാകിലും മർത്തിന് തൻ ഭാഷയെന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ, ശക്തിമത്താക്കിയ ഹൃദയകരത്തെ വെളിപ്പെടുത്താൻ എന്ന് പാടിയ കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ.
അല്ലലെന്ത് കഥയത് കഷ്ടമേ അല്ലലാലങ്ങ് ജാതി മറന്നുവോ. ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി. കുമാരനാശാൻ രചിച്ച ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ് അല്ലലെന്ത് കഥയത് കഷ്ടമേ അല്ലലാലങ്ങ് ജാതി മറന്നുവോ. സാമൂഹ്യ പരിഷ്കർത്താവായ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ജന്മദേശം? ഉത്തരം പാലക്കാട് ജില്ലയിലെ മേഴാത്തൂർ. പാലക്കാട് ജില്ലയിലെ മേഴാത്തൂരാണ് സാമൂഹ്യ പരിഷ്കർത്താവായ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ജന്മദേശം. ഉണ്ണായി വാര്യരുടെ കയ്യിൽ കിട്ടേണ്ട താമസം കഥകളി ഒന്നാന്തരമൊരു നാടകമാവുക തന്നെ ചെയ്യും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കുഞ്ഞാമന, കുട്ടികളുടെ ആശാൻ ഇവ രചിച്ചത് ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് കുഞ്ഞാമന, കുട്ടികളുടെ ആശാൻ എന്നിവ. ഉജ്ജയിനി എന്ന കാവ്യത്തിന്റെ രചനയിലൂടെ പ്രൊഫസർ ONV കുറുപ്പ് നേടിയ പരമോന്നത ബഹുമതി ഏതാണ്? ഉത്തരം 2007 ജ്ഞാനപീഠം അവാർഡ്. 2011 ഈ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. ഉജ്ജയിനി എന്ന കാവ്യത്തിലൂടെ ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ക്ലാസി പേർ എന്ന കഥാപാത്രം ഏതു നോവലിലേതാണ്? ഉത്തരം തകഴിയുടെ കയർ. പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ ഏതാണ്? ഉത്തരം MTയുടെ അസുരവിത്ത്. ഈ ലോകം കാണുന്നേരം മൂക്കാനം വന്നിടുന്നുണ്ടെങ്കിലും ഛർദ്ദിക്കുവാൻ വയ്യന്റെ മുഖത്താകും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം തകഴിയുടെ കഥകൾ. മലയാളത്തിലെ ആദ്യകാല സിനിമാ മാസികയായ ഫിലിം നാദത്തിന്റെ പത്രാധിപർ? ഉത്തരം CV വാസുദേവ പിള്ള. കിരാതാർജുനീയം മഹാകാവ്യം ആരുടെ കൃതിയാണ്? ഉത്തരം ഭാരവി. ഡേവിഡ് കോപ്പർഫീൽഡ്, ഒലിവർ ട്വിസ്റ്റ് എന്നീ നോവലുകൾ എഴുതിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ചാൾസ് ഡീക്കൻസ്. പ്രശസ്ത ക്രിക്കറ്റ് താരം കപിൽ ദേവിന്റെ ആത്മകഥ? ഉത്തരം സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട്. ക്ഷണികം പക്ഷേ എന്ന കാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ONV കുറുപ്പിന്റെ ഒരു കാവ്യമാണ് ക്ഷണികം പക്ഷേ. കണ്ണൂരിലെ പള്ളിക്കുന്നത്ത് ജനിച്ച പ്രശസ്ത കഥാകൃത്ത് ആരാണ്? ഉത്തരം T. പത്മനാഭൻ. T. പത്മനാഭന്റെ ജന്മസ്ഥലമാണ് കണ്ണൂരിലെ പള്ളിക്കുന്നത്ത്. യുദ്ധകാലത്ത് ആംബുലൻസ് ഡ്രൈവറായി സേവനമനുഷ്ഠിച്ചിരുന്ന അമേരിക്കൻ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഏണസ്റ്റ് ഹെമിംഗ്വേ. യുദ്ധസമയങ്ങളിൽ ആംബുലൻസിന്റെ ഡ്രൈവറായി സേവനമനുഷ്ഠിച്ച അമേരിക്കൻ സാഹിത്യകാരനാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. ചുംബന ശബ്ദ താരാവലി ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം ഇന്ദുമേനോൻ. ഇന്ദുമേനോന്റെ കഥാസമാഹാരമാണ് ചുംബന ശബ്ദ താരാവലി. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ്? ഉത്തരം ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. കുറ്റി പെൻസിൽ ആരുടെ കൃതിയാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. പേ വിഷബാധയേറ്റ് മരിച്ച കവി? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ഏണിപ്പടികൾ ആരുടെ കൃതിയാണ്? ഉത്തരം തകഴി. പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം P. സച്ചിദാനന്ദൻ. ഭാഷാ കൗടില്യം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം KN എഴുത്തച്ഛൻ. കുറ്റവും ശിക്ഷയും എഴുതിയത് ആരാണ്? ഉത്തരം ഫയദൂർ ദസ്തോവെസ്കി. ആൽക്കമിസ്റ്റിന്റെ രചയിതാവ്? ഉത്തരം പൗലോ കൊയ്ലോ. മലയാളത്തിലെ ആദ്യ സംഗീത നാടകമായ സംഗീത നൈഷധം രചിച്ചത് ആരാണ്? ഉത്തരം TC അച്യുതമേനോൻ. TC അച്യുതമേനോനാണ് മലയാളത്തിലെ ആദ്യ സംഗീത നാടകമായ സംഗീത നൈഷധം രചിച്ചത്. ഏത് കൃതിയിലാണ് ബഷീർ സുഹറയുടെ മജീദിന്റെ കഥ പറഞ്ഞത്? ഉത്തരം ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ് സുഹറയും മജീദും. ചിദംബര സ്മരണ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ചിദംബര സ്മരണ. ഉണ്ണിമായയുടെ കഥ എന്ന നോവൽ ആരുടേതാണ്?
ഉത്തരം സാറ തോമസ്. സാറ തോമസിന്റെ ഒരു നോവലാണ് ഉണ്ണിമായയുടെ കഥ. മരിച്ചവരുടെ പനിനീർ പൂക്കൾ ആരുടെ കഥയാണ്? ഉത്തരം PK പാറക്കടവ്. ആരുടെ തൂലികാ നാമമാണ് സുരാസു? ഉത്തരം ബാലഗോപാലൻ. പുതിയ ആകാശം പുതിയ ഭൂമി ആരുടെ കൃതിയാണ്? ഉത്തരം തോപ്പിൽ പാസി. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പ്രശസ്തനായ ഒരു വ്യക്തിയുടെ രചനയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ജവഹർലാൽ നെഹ്റു. പ്രശസ്ത സാഹിത്യകാരനായ NP മുഹമ്മദിന്റെ മകനും എഴുത്തുകാരനാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം NP ഹാഫിസ് മുഹമ്മദ്. ലോക സാഹിത്യത്തിൽ പ്രസിദ്ധി നേടിയ ദി ഡെഡ് എന്ന ചെറുകഥയുടെ കർത്താവ്? ഉത്തരം ജെയിംസ് ജോയ്സ്. മദ്യജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയിൽ മാപ്പ് നൽകിൻ ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം കുമാരനാശാൻ. കേരളത്തെപ്പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥം? ഉത്തരം ഐതരേയാരണ്യകം. ചങ്ങമ്പുഴയുടെ സതീർത്ഥനായിരുന്ന കവി ആരാണ്? ഉത്തരം ഇടപ്പള്ളി രാഘവൻ പിള്ള. അപ്പോൾ ചങ്ങമ്പുഴയുടെ കൂട്ടുകാരനായിരുന്ന കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. ഹൗസ് ഓഫ് അൺഡിവൈഡ്സ് എന്ന പേരിൽ ലീല റേ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരുടെ നോവലാണ്? ഉത്തരം കാളിചരൺ പാണിഗ്രാഹിയുടെ മാടി രമണിഷ. ആണവ യുദ്ധ ഭീഷണിയുടെയും ആയുധ മത്സരങ്ങളുടെയും വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടുന്ന P രാധാകൃഷ്ണന്റെ നോവൽ? ഉത്തരം സുഹൃതം. സുഹൃതം എന്ന C രാധാകൃഷ്ണന്റെ നോവലിലെ ഇതിവൃത്തം എന്നത് ആണവ യുദ്ധ ഭീഷണിയുടെയും ആയുധ മത്സരങ്ങളുടെയും വൈരുദ്ധ്യങ്ങളാണ്. നരനായും പറവയായും ആരുടെ കഥാസമാഹാരമാണ്? ഉത്തരം സന്തോഷ് H കാനം. ആകെ എത്ര നാടകങ്ങൾ ഷേക്സ്പിയർ രചിച്ചിട്ടുണ്ട്? ഉത്തരം 37. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം വിഷ്ണു നാരായണൻ നമ്പൂതിരി. കതിര് കാണാക്കിളി, അൾത്താര, ഇരുമ്പുമറ എന്നിവ ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ രചിച്ച നാടകങ്ങളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം പൊൻകുന്നം വർക്കി. പുസ്തകത്തോളം നല്ല ഒരു ഗൃഹോപകരണമില്ല ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം സിഡ്നി സ്മിത്ത്. മുൻ കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയുടെ നോവൽ? ഉത്തരം കൊട്ട. ശബ്ദ താരാവലി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള. ശബ്ദ താരാവലി തയ്യാറാക്കിയത് ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ളയാണ്. കാലടിക്കടുത്തുള്ള നായത്തോട് ജനിച്ച മഹാകവി ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പിന്റെ ജന്മസ്ഥലം കാലടിക്കടുത്തുള്ള നായത്തോടാണ്. വലിയ കുട്ടി കവിതകൾ എന്ന കൃതി എഴുതിയ പ്രശസ്ത കവി? ഉത്തരം കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി മാഷാണ് വലിയ കുട്ടി കവിതകൾ എഴുതിയത്. റഷ്യയുടെ ദേശീയ കവിയായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അലക്സാണ്ടർ പുഷ്കിൻ. ഓല PP ആരുടെ കൃതിയാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ഏലിയാസ് കനേറ്റിയുടെ ഏത് നോവലിലാണ് നായകനായ ഡോക്ടർ പീറ്റർ കെയ്ൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്? ഉത്തരം ദി ബ്ലെൻഡിങ്ങിൽ. KP അപ്പൻ ഏത് സാഹിത്യ ശാഖയിലാണ് പ്രധാനമായും വ്യാപൃതനായിരുന്നത്? ഉത്തരം സാഹിത്യ വിമർശനം. ഷാജഹാന്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബാദ്ഷാനാമ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം അബ്ദുൽ ഹമീദ്. ഹാംലെറ്റ്, 12-ാം രാവ്, ഒഥല്ലോ, ജൂലിയസ് സീസർ, വെനീസിലെ വ്യാപാരി, ടെംപസ് മുതലായവ ഏത് ലോകോത്തര സാഹിത്യകാരന്റെ നാടകകൃതികളാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. കക്കാടൻ നാരായണൻ നമ്പൂതിരി ഏതു പേരിലാണ് സാഹിത്യരചന നടത്തിയിരുന്നത്? ഉത്തരം NN കക്കാട്. NN കക്കാട് എന്ന പേരിൽ സാഹിത്യരചന നടത്തിയിരുന്ന വ്യക്തിയാണ് കക്കാടൻ നാരായണൻ നമ്പൂതിരി. മഹാത്മാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി C അഷറഫ് രചിച്ച നോവൽ? ഉത്തരം ഭാരത പ്രദർശനശാല. ഭാരത പ്രദർശനശാല എന്ന കൃതിയാണ് മഹാത്മാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി C അഷറഫ് രചിച്ചത്. ദശപുഷ്പം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം P നാരായണക്കുറുപ്പ്. ദശപുഷ്പം എന്ന കവിതാ സമാഹാരം P നാരായണക്കുറുപ്പാണ് എഴുതിയത്.
ഓടി വിളയാടു പാപ്പ എന്ന തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. എന്റെ കർണൻ എന്ന നോവലിന്റെ കർത്താവ്? ഉത്തരം വി.ടി. നന്ദകുമാർ. വ്യക്തിവിവേകത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മഹിമ ഭട്ടൻ. കുട്ടി കൃഷ്ണമാരാർ രചിച്ച സാമൂഹ്യ ഗദ്യ നാടകം ഏതാണ്? ഉത്തരം ജീവിച്ചിരുന്നാൽ. കുട്ടി കൃഷ്ണമാരാരുടെ സാമൂഹ്യ ഗദ്യ നാടകമാണ് ജീവിച്ചിരുന്നാൽ. നാലാപ്പാട്ട് നാരായണ മേനോന്റെ വേർപാടിൽ മനം നൊന്ത് ബാലാമണിയമ്മ രചിച്ച വിലാപകാവ്യം ഏതാണ്? ഉത്തരം ലോകാന്തരങ്ങളിൽ. നാലാപ്പാട്ട് നാരായണ മേനോന്റെ വേർപാടിൽ മനം നൊന്ത് ബാലാമണിയമ്മ രചിച്ച വിലാപകാവ്യമാണ് ലോകാന്തരങ്ങളിൽ. കേരള സംഗീതം ആരുടെ കൃതിയാണ്? ഉത്തരം മാലി മാധവൻ നായർ. മാലി മാധവൻ നായരുടെ കൃതിയാണ് കേരള സംഗീതം. ടാർസൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം എഡ്ഗാർ റൈസ് ബറോസ്. ജനറൽ ചാത്തൻസ് ആരുടെ കൃതിയാണ്? ഉത്തരം വി.കെ.എൻ. നവഗ്രഹ കൃതികൾ രചിച്ച സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം മുത്തുസ്വാമി ദീക്ഷിതാർ. ദാർശനിക കൃതിയായ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരുടേതാണ്? ഉത്തരം ശങ്കരാചാര്യർ. ഓർത്താൽ വിസ്മയം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം ഹൈദരാലി. കാലം, മഞ്ഞ്, അസുരവിത്ത് ഇവ ഏതു പ്രശസ്ത മലയാള സാഹിത്യകാരന്റെ നോവലുകളാണ്? ഉത്തരം എം.ടി. വാസുദേവൻ നായർ. എം.ടിയുടെ പ്രശസ്തമായ നോവലുകളാണ് കാലം, മഞ്ഞ്, അസുരവിത്ത് എന്നിവയൊക്കെ. കാഴ്ച ആരുടെ കഥയാണ്? ഉത്തരം എം.ടി. വാസുദേവൻ നായർ. എം.ടി. വാസുദേവൻ നായർ എഴുതിയ ഒരു കഥയാണ് കാഴ്ച. ഐ ആം മലാല എഴുതിയത് ആരാണ്? ഉത്തരം മലാല യൂസഫ് സായിയും ക്രിസ്റ്റീന ലാംബും. ഗജേന്ദ്രകുമാർ മിത്ര രചിച്ച നോവൽ ഞാൻ ചെവിയോർത്തിരിക്കും എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം എം.എൻ. സത്യാർത്ഥി. പി. കേശവദേവിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം എതിർപ്പുകൾ. ഹിതാബ് ഉൽ ഹിന്ദ് ആരുടെ കൃതികളാണ്? ഉത്തരം അൽ ബറൂണി. ഗോദേ കാത്ത് എന്ന നാടകം വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം കടമ്മനിട്ട. വാസവദത്ത എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഉത്തരം കരുണ. കരുണ എന്ന കൃതിയിലെ ഒരു കഥാപാത്രമാണ് വാസവദത്ത. 1938 നൊബേൽ സമ്മാനത്തിന് പേളസ് ബക്കിനെ അർഹനാക്കിയ കൃതി ഏതാണ്? ഉത്തരം ദി ഗുഡ് എർത്ത്. ദി ഗുഡ് എർത്ത് എന്ന കൃതിക്കാണ് 1938 പേളസ് ബക്കിനെ നൊബേൽ സമ്മാനത്തിന് അർഹനാക്കിയ കൃതി. ഗാണ്ടൂൾ എന്ന കഥാസമാഹാരം ആരുടേതാണ്? ഉത്തരം എം. രാജീവ് കുമാർ. എം. രാജീവ് കുമാറിന്റെ കഥാസമാഹാരമാണ് ഗാണ്ടൂൾ. തന്റെ ഡയറി കുറിപ്പിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തിയായ പെൺകുട്ടി? ഉത്തരം ആൻ ഫ്രാങ്ക്. ഡ്രാക്കുള എന്ന നോവലിന്റെ ശതാബ്ദി വർഷമായിരുന്നു 1997. ആരാണ് ആ വിഖ്യാതമായ നോവൽ രചിച്ചത്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. കുന്താപ്പി ഗുലുഗുലു എന്ന നാടകം രചിച്ച തുപ്പേട്ടന്റെ യഥാർത്ഥ നാമം? ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഉർവീസുര ചാപലം പുരുതേ പാരിൽ സർവവിദിതം കേവലം ഏത് ആട്ടക്കഥയിലേതാണ് ഈ വരികൾ? ഉത്തരം നളചരിതം. പാണ്ഡവപുരം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം സേതു. സേതുവിന്റെ നോവലാണ് പാണ്ഡവപുരം. മലയാളത്തിലേക്ക് ആദ്യം പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? ഉത്തരം ജോൺ ബനിയന്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് ജോസഫ് പി. തീർത്ഥാടന പുരോഗതി എന്ന പേരിൽ തർജ്ജമ ചെയ്തത്. ആത്മാവിൽ ഒരു ചിത എന്ന പ്രസിദ്ധമായ കവിത രചിച്ചത് ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മ. ആൽഫ്രഡ് ഡെന്നിസന്റെ ഈത്തോൺ എന്ന കവിതയുടെ പരിഭാഷയ്ക്ക് ചങ്ങമ്പുഴ നൽകിയ പേര്? ഉത്തരം സുധാംഗത. രവീന്ദ്ര സംഗീതം ആവിഷ്കരിച്ച മഹാകവി? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. കെ.ടി. മുഹമ്മദിന്റെ ആദ്യ കഥ ഏതാണ്? ഉത്തരം കണ്ണുകൾ. കന്നഡ ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി?
ഉത്തരം മാസ്തി വെങ്കടാശ്വര അയ്യങ്കാർ. തലയോല പറമ്പിൽ ജനിച്ച് ലോകം ചുറ്റി സഞ്ചരിച്ച് ബേപ്പൂരിൽ സ്ഥിര താമസമാക്കിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മസ്ഥലം തലയോല പറമ്പാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ജലഭ്രമങ്ങളിൽ ഞാൻ ആരുടെ നോവലാണ്? ഉത്തരം ഡോക്ടർ എം എ സിദ്ദീഖ്. ഡോക്ടർ എം എ സിദ്ദീഖിന്റെ നോവലാണ് ജലഭ്രമങ്ങളിലെ ഞാൻ. ഒ വി വിജയന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. സ്വന്തം താല്പര്യങ്ങൾക്കായി ചെകുത്താനും വേദമോദം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഷേക്സ്പിയർ. തൃശൂർ പൂരം പകിട്ടും പെരുമയും ആരാണ് എഴുതിയത്? ഉത്തരം കെ കെ ശിവദാസ്. കെ കെ ശിവദാസിന്റെ കൃതിയാണ് തൃശൂർ പൂരം പകിട്ടും പെരുമയും. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വാരിക ഏതാണ്? ഉത്തരം മലബാർ ഹെറാൾഡ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വാരികയാണ് മലബാർ ഹെറാൾഡ്. ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇടപ്പള്ളി രാഘവൻ പിള്ള. ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൻ 1000 സൗരമണ്ഡലം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം അക്കിത്തം. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായിരുന്ന സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഒരു കുരുവിയുടെ പതനം. ഹരിത രാമായണം രചിച്ചത് ആരാണ്? ഉത്തരം വി ടി ജയദേവൻ. എം എൻ പാലൂര് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം പാലൂര് മാധവൻ നമ്പൂതിരി. അപ്പോൾ എം എൻ പാലൂർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പാലൂർ മാധവൻ നമ്പൂതിരി. സാഹിത്യകാരൻ എൻ കെ ദേശത്തിന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം എൻ കുട്ടിക്കൃഷ്ണപിള്ള. സാഹിത്യകാരൻ എൻ കെ ദേശത്തിന്റെ യഥാർത്ഥ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. ഹിജറയുടെ കുട്ടി എന്ന കഥ ആരുടേതാണ്? ഉത്തരം ഇന്ദുമേനോൻ. ഇന്ദുമേനോന്റെ കഥയാണ് ഹിജറയുടെ കുട്ടി. ഓടക്കുഴൽ അവാർഡ് നേടിയ സേതുവിന്റെ നോവൽ? ഉത്തരം മറുപിറവി. വിശ്വരൂപം എന്ന പ്രസിദ്ധമായ നാടകത്തിന്റെ ശില്പി? ഉത്തരം സുരാസു. നാടകക്കളരി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ജി ശങ്കരപ്പിള്ള. ഒ ഹെൻറി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം വില്യം ഡിസ്നി പോർട്ടർ. തമിഴ് മഹാകവി ഭാരതിദാസന്റെ യഥാർത്ഥ നാമധേയം എന്താണ്? ഉത്തരം സുബരത്നം. ജുറാസിക് പാർക്ക് എന്ന സ്റ്റീവൻ സ്പിൽബർഗ് ചിത്രം അതേ പേരിൽ രചിച്ച ഒരു നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. പ്രശസ്തമായ നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിപ്റ്റൺ. എ ആർ രാജരാജവർമ്മ രചിച്ച അലങ്കാര ശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഭാഷാഭൂഷണം. എ ആർ രാജരാജവർമ്മയുടെ അലങ്കാര ശാസ്ത്ര ഗ്രന്ഥമാണ് ഭാഷാഭൂഷണം. ഒറോദ എന്ന പ്രശസ്ത കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്? ഉത്തരം കാക്കനാടൻ. കാക്കനാടനാണ് ഒറോദ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ്. അഷിതയുടെ ഏത് നോവലാണ് നിഷ്കളങ്കമായ ബാല്യത്തിന്റെ സ്നേഹപ്പച്ചപ്പിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഉത്തരം മയിൽപീലി സ്പർശം. മയിൽപീലി സ്പർശം എന്ന നോവലിന്റെ രചയിതാവാണ് അഷിത. കുറിയടത്ത താത്രയുടെ സ്മാർത്ത വിചാരത്തെപ്പറ്റി ആലങ്കോട് ലീലാകൃഷ്ണൻ രചിച്ച ഗ്രന്ഥം? ഉത്തരം താത്രക്കുട്ടിയുടെ സ്മാർത്ത വിചാരം. താത്രക്കുട്ടിയുടെ സ്മാർത്ത വിചാരം എന്ന ഗ്രന്ഥം ആലങ്കോട് ലീലാകൃഷ്ണനാണ് എഴുതിയത്. കുഞ്ഞു പൂജ്യയും കൂട്ടുകാരും എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് ആരാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. കുഞ്ഞു പൂജ്യയും കൂട്ടുകാരും എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് പ്രൊഫസർ എസ് ശിവദാസ്. തട്ടകം ആരുടെ നോവലാണ്? ഉത്തരം കോവിലൻ. നേർമാതളം പൂത്തകാലം ആരുടെ കൃതിയാണ്? ഉത്തരം മാധവിക്കുട്ടി. ദി ഡൗണിംഗ് സ്റ്റേറ്റ് ഇയേഴ്സ് ആരുടെ കൃതിയാണ്? ഉത്തരം മാർഗരറ്റ് താച്ചർ.